നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുത രഹസ്യത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സംഭവം നടന്നിട്ട് അധികകാലമായിട്ടില്ല. മഹാനായ ഡോക്ടറും നോബൽ സമ്മാന ജേതാവുമായ ആൽബർട്ട് ഷ്വൈറ്റ്സറെ ലണ്ടനിൽ ഒരു റിപ്പോർട്ടർ അഭിമുഖം ചെയ്യുകയായിരുന്നു. റിപ്പോർട്ടർ ചോദിച്ചു, ഡോക്ടർ, ഇന്നത്തെ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രശ്നമെന്താണ്? ഈ മഹാനായ ഡോക്ടർ ഒരു നിമിഷം മൗനം പാലിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇത് മാത്രമാണ്, മനുഷ്യൻ ചിന്തിക്കുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും ഇതിനെക്കുറിച്ചാണ്. നമ്മളിപ്പോൾ ജീവിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ സ്വപ്നം കാണുകയും അതിനായി അധ്വാനിക്കുകയും ചെയ്ത ഒരു സുവർണ കാലഘട്ടത്തിലാണ്. എന്നാൽ ഇന്ന് ഈ കാലഘട്ടം നമുക്ക് ലഭ്യമായപ്പോൾ അത് സൗജന്യമായി ലഭിച്ചതാണെന്ന് നമ്മൾ വിചാരിച്ചു. ഇത് ഒരു സമ്മാനമായി ലഭിച്ചതാണ്. എന്നാൽ ഇതിനു പിന്നിലെ പോരാട്ടങ്ങളും കഠിനാധ്വാനവും നമ്മൾ മറന്നുപോയി. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്ക് 25-ാം വയസ്സിൽ തങ്ങളുടെ കരിയർ ആരംഭിച്ച 100 പേരെ എടുക്കാം. 65 വയസ്സെത്തുമ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? 25-ാം വയസ്സിൽ തുടങ്ങുമ്പോൾ അവരെല്ലാം തങ്ങൾ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ അവരിൽ ആരെങ്കിലും ഒരാളോട് നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ തീർച്ചയായും അതെ എന്ന് പറയും. അവരുടെ കണ്ണുകളിൽ ജീവിതത്തോടുള്ള ഒരു ആകാംക്ഷ, ഒരു ജിജ്ഞാസ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവരുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ട്. അവരുടെ ഭാവങ്ങളിൽ ഒരു വ്യക്തതയുണ്ട്. ജീവിതം അവർക്ക് മുന്നിൽ ഒരു മനോഹരവും രസകരവുമായ ഒരു യാത്രയായിരിക്കും. എന്നാൽ 65 വയസ്സെത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? 65 വയസ്സെത്തുമ്പോൾ അവരിൽ ഒരാൾ അതിസമ്പന്നനായി മാറിയിരിക്കും. 4 പേർ സാമ്പത്തികമായി സ്വയം പര്യാപ്തരായിരിക്കും. 5 പേർക്ക് ഈ പ്രായത്തിലും ജോലി ചെയ്യേണ്ടിവരും. ബാക്കി 90 പേർ പാപ്പരായിരിക്കും. ഇപ്പോൾ ഒരു നിമിഷം ചിന്തിക്കുക. 100 പേരിൽ 5 പേർക്ക് മാത്രമേ ഒരു പരിധിവരെ എത്താൻ കഴിഞ്ഞുള്ളൂ. എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ പരാജയപ്പെട്ടത്? 25-ാം വയസ്സിൽ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആ തിളക്കവും ആ തീപ്പൊരിയും എവിടെ പോയി? ആ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പദ്ധതികളും എവിടെയായി? മനുഷ്യൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ചെയ്യാൻ കഴിയുന്നതും തമ്മിൽ ഇത്ര വലിയ വ്യത്യാസം എന്തുകൊണ്ടാണ്? നമ്മൾ 5% ആളുകൾക്ക് മാത്രമേ വിജയം നേടാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ വിജയത്തെ നിർവചിക്കേണ്ടതുണ്ട്. വിജയത്തിന്റെ നിർവചനം ഇതാണ്. വിജയം എന്നാൽ ഒരു വലിയ ലക്ഷ്യം വ്യക്തമായി നിർണയിക്കുകയും ആ ദിശയിൽ മുന്നോട്ടു പോകുകയും ചെയ്യുക. ഒരു വ്യക്തി മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ലക്ഷ്യത്തിന്റെ ദിശയിൽ പ്രവർത്തിക്കുകയും താൻ എവിടെ പോകുന്നു, എവിടെ എത്തണം എന്നറിയുകയും ചെയ്താൽ അയാൾ വിജയിയാണ്. അയാൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അയാൾ പരാജയപ്പെട്ടവനാണ്. അതായത് വിജയം എന്നത് ഒരു നിശ്ചിത ലക്ഷ്യം മനസ്സിലാക്കി ആ ദിശയിൽ മുന്നോട്ടു പോകലാണ്. മഹാനായ മനഃശാസ്ത്രജ്ഞൻ റോലോമേ ഒരു മികച്ച പുസ്തകം എഴുതിയിട്ടുണ്ട്, മാൻസ് സെർച്ച് ഫോർ ഹിംസെൽഫ്. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സമൂഹത്തിൽ ധൈര്യത്തിനും ആത്മവിശ്വാസത്തിനും വിപരീതം ഭീരുത്വമല്ല, മറിച്ച് അനുരൂപതയാണ്. ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ അനുരൂപതയാണ്. അതായത് ചിന്തിക്കാതെ കൂട്ടത്തെ പിന്തുടരുന്ന മാനസികാവസ്ഥ. മിക്ക ആളുകളും മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അവർക്ക് അറിയുകയുമില്ല. ഏകദേശം 7 വയസ്സുമുതൽ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നു. 25 വയസ്സെത്തുമ്പോൾ നമ്മൾ ഉപജീവനം നേടാൻ തുടങ്ങുന്നു. അതോടൊപ്പം കുടുംബത്തെയും സംരക്ഷിക്കുന്നു. എന്നാൽ 65 വയസ്സായിട്ടും നമ്മൾ സാമ്പത്തികമായി എങ്ങനെ സ്വയം പര്യാപ്തരാകണം, ഉറച്ച തീരുമാനങ്ങളെടുക്കണം എന്ന് പഠിക്കുന്നില്ല. എന്തുകൊണ്ട്? കാരണം നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കുന്നു. ഈ സമൂഹത്തിലെ വലിയതും തെറ്റായതുമായ ആ ശതമാനത്തെയാണ് നമ്മൾ പിന്തുടരുന്നത്. അതായത് ആ 95% ആളുകളെ അവർ പരാജയപ്പെട്ടവരാണ്. ഇപ്പോൾ ചോദ്യമിതാണ്, എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ മറ്റുള്ളവരെ അനുകരിക്കുന്നത്? അതിന്റെ ഉത്തരവും അവർക്കറിയില്ല. ആ ആളുകൾ വിശ്വസിക്കുന്നത് തങ്ങളുടെ സാഹചര്യങ്ങളാണ് തങ്ങളുടെ ജീവിതത്തെ ഒരു അച്ചിൽ വാർത്തെടുത്തതെന്നാണ്. ഇങ്ങനെയുള്ളവർ പുറത്തുനിന്നുള്ള ശക്തികളാൽ നയിക്കപ്പെടുന്നവരാണ്. ഒരിക്കൽ ഒരുപാട് തൊഴിലാളികളെക്കുറിച്ച് ഒരു സർവേ നടത്തി. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്? രാവിലെ എന്തിനാണ് എഴുന്നേൽക്കുന്നത്? 20 പേരിൽ 19 പേർക്കും ഇതിന് വ്യക്തമായ ഒരു കാരണമുണ്ടായിരുന്നില്ല. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എല്ലാ ആളുകളും രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്, കാരണം മറ്റുള്ളവരും അത് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് വിജയത്തെക്കുറിച്ചുള്ള നമ്മുടെ നിർവചനത്തിലേക്ക് മടങ്ങാം. ആരാണ് വിജയി? വിജയി എന്നത് തന്റെ ലക്ഷ്യം വ്യക്തമാക്കുകയും പിന്നീട് ആ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ടു പോകുകയും ചെയ്യുന്ന വ്യക്തിയാണ്. എനിക്ക് ജീവിതത്തിൽ ഇതാകണം എന്നയാൾക്ക് തോന്നുകയും ആ ദിശയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് ആരാണ് വിജയികളെന്ന് പറയാം. ആ സ്കൂൾ ടീച്ചർ വിജയിയാണ്, കാരണം അവൾക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നതുകൊണ്ടാണ് അവൾ അത് ചെയ്യുന്നത്. ആ സ്ത്രീ തന്റെ ജീവിതത്തിൽ വിജയിയാണ്, കാരണം അവൾ ഒരു ഭാര്യയും അമ്മയുമാകാൻ ആഗ്രഹിച്ചു. അവൾ ആ ഉത്തരവാദിത്തം നന്നായി നിറവേറ്റുന്നു. ആ ഗ്യാസ് സ്റ്റേഷൻ നടത്തുന്നയാൾ വിജയിയാണ്, കാരണം അയാൾ ഈ തൊഴിൽ തിരഞ്ഞെടുക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. ഒരു ടോപ്പ് സെയിൽസ്മാൻ ആകാൻ ആഗ്രഹിച്ച ആ സെയിൽസ്മാൻ വിജയിയാണ്, കാരണം ആ ലക്ഷ്യത്തോടെയാണ് അയാൾ തന്റെ ബിസിനസ് ചെയ്യുന്നത്. ഏതൊരു വ്യക്തിയും നന്നായി ആലോചിച്ച് തീരുമാനിച്ച ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ വിജയിയാണ്, കാരണം അതയാൾ ചിന്തിച്ച് ചെയ്യാൻ തീരുമാനിച്ച കാര്യമാണ്. എന്നാൽ 100 പേരിൽ ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുന്നുള്ളൂ. മറ്റുള്ളവരുമായി മത്സരിക്കുന്നതിനു പകരം നമ്മൾ നമ്മുടേതായ എന്തെങ്കിലും മൗലികമായി സൃഷ്ടിക്കുകയും സ്ഥാപിക്കുകയും വേണം.
ഏകദേശം 20 വർഷത്തോളം ഞാനൊരു താക്കോലിനായി തിരയുകയായിരുന്നു, അതുപയോഗിച്ച് മനുഷ്യന്റെ ഭാവിയെ മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയുമോ എന്ന്. അത്തരമൊരു താക്കോലുണ്ടോ എന്ന് ഞാൻ അറിയാൻ ആഗ്രഹിച്ചു. ഭാവിയിലെ എല്ലാ കാര്യങ്ങളും നിർണ്ണയിക്കാൻ കഴിയുന്ന, അതിന്റെ പ്രവചനം സാധ്യമാക്കുന്ന ഒരു താക്കോൽ, മനുഷ്യന് വിജയം ഉറപ്പുനൽകുന്ന ഒരു താക്കോലുണ്ടോ? ആ മനുഷ്യൻ ആ താക്കോലിനെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ, അതുപയോഗിക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ. ഞാൻ നിങ്ങളോട് പറയാം, അത്തരമൊരു താക്കോൽ ലഭ്യമാണ്. ഞാനത് കണ്ടെത്തി. ലോകത്തിലെ ഇത്രയധികം ആളുകൾ കഠിനാധ്വാനവും സത്യസന്ധതയോടെയും ജോലി ചെയ്തിട്ടും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? അതേസമയം ചില ആളുകൾക്ക് വലിയ അധ്വാനമില്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്നു. അവരുടെ കൈകളിൽ എന്തെങ്കിലും മാന്ത്രികതയുണ്ടോ? അതെ, അയാൾ മണ്ണിൽ തൊട്ടാൽ പോലും അത് സ്വർണമായി മാറും എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ വിജയിച്ച ഒരു വ്യക്തി എപ്പോഴും വിജയത്തിന്റെ ദിശയിൽ തന്നെയായിരുന്നു ശ്രമിച്ചത്. എന്നാൽ പരാജയപ്പെട്ട വ്യക്തി എപ്പോഴും പരാജയത്തിന്റെ ദിശയിൽ തന്നെയായിരുന്നു പ്രവർത്തിച്ചത്. ഇത് ലക്ഷ്യങ്ങൾ കാരണമാണ് സംഭവിച്ചത്. നമ്മളിൽ ചിലർക്ക് ലക്ഷ്യങ്ങളുണ്ട്, അവർ ആ ദിശയിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ ചിലർക്ക് ലക്ഷ്യങ്ങളേയില്ല. ലക്ഷ്യങ്ങളുള്ള ആളുകൾ വിജയിക്കുന്നു, കാരണം അവർക്ക് ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്ന് അറിയാം. ഒരു തുറമുഖത്തുനിന്ന് ഉടൻ യാത്ര പുറപ്പെടാൻ പോകുന്ന ഒരു കപ്പലിനെക്കുറിച്ച് ചിന്തിക്കുക. അതിന്റെ മുഴുവൻ യാത്രയും എല്ലാ പദ്ധതികളും തയ്യാറാണ്. കപ്പലിന്റെ ക്യാപ്റ്റനും ജീവനക്കാർക്കും എവിടെ പോകണം, എത്ര സമയമെടുക്കും എന്നെല്ലാം നന്നായി അറിയാം. ഈ കപ്പലിന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. വ്യക്തമായ ലക്ഷ്യങ്ങളും വ്യക്തമായ മാപ്പുമുള്ള ഒരു കപ്പൽ 10,000 യാത്രകളിൽ 9,999 തവണയും അതെവിടെ എത്താൻ പുറപ്പെട്ടോ അവിടെ തന്നെ എത്തും. അതായത് 100% ലക്ഷ്യത്തിലെത്തും. ഇപ്പോൾ ഇതേപോലെയുള്ള മറ്റൊരു കപ്പലിനെക്കുറിച്ച് ചിന്തിക്കുക. വ്യത്യാസമിതാണ്, അതിന് ക്യാപ്റ്റനോ ജീവനക്കാരോ ഇല്ല. ഈ കപ്പലിന് ലക്ഷ്യങ്ങളില്ല, ഉദ്ദേശ്യങ്ങളില്ല. അതിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് അതിനെ അങ്ങനെ വിടുന്നു. തുറമുഖത്തുനിന്ന് പുറപ്പെട്ട ശേഷം ആ കപ്പൽ ഒന്നുകിൽ മുങ്ങിപ്പോകും, അല്ലെങ്കിൽ കൊടുങ്കാറ്റിലകപ്പെടും, അല്ലെങ്കിൽ ഒരു വിജനമായ ദ്വീപിൽ കുടുങ്ങിപ്പോകും. അതിന് ഒരിടത്തും എത്താൻ കഴിയില്ല, കാരണം അതിന് ലക്ഷ്യങ്ങളില്ല, ഒരു മാർഗദർശനവുമില്ല. ഇതുതന്നെയാണ് മനുഷ്യന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. ഒരു സെയിൽസ്മാന്റെ ഉദാഹരണമെടുക്കാം. ഇന്ന് ലോകത്ത് കഴിവുള്ള ഒരു സെയിൽസ്മാന്റെ ജോലിയേക്കാൾ വിജയസാധ്യതയുള്ള മറ്റൊരു ജോലിയുമില്ല. നമ്മുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാണെങ്കിൽ, നമ്മൾ നമ്മുടെ ജോലിയിൽ മിടുക്കരാണെങ്കിൽ, സെയിൽസ് പ്രൊഫഷൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന തൊഴിലാണ്. ഇന്ന് എല്ലാ കമ്പനികൾക്കും മിടുക്കരായ സെയിൽസ്മാൻമാരെ ആവശ്യമുണ്ട്. അവർക്ക് ഉയർന്ന ശമ്പളം നൽകാൻ അവർ തയ്യാറാണ്. അവർക്ക് വളർച്ചയ്ക്കുള്ള അപാരമായ സാധ്യതകളുണ്ട്. എന്നാൽ അങ്ങനെയുള്ള കഴിവുള്ള ആളുകളെ എത്ര പേരെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും? ഒരാളൊരിക്കൽ പറഞ്ഞു, ഇന്ന് മനുഷ്യരാശിയുടെ മുഴുവൻ ശ്രദ്ധയും ശക്തരായ ആളുകൾക്ക് നേട്ടമുണ്ടാകുന്നത് തടയുന്നതിലല്ല, മറിച്ച് ദുർബലരായ ആളുകൾക്ക് നഷ്ടമുണ്ടാകുന്നത് തടയുന്നതിലാണ്. ഇന്ന് സമ്പദ്വ്യവസ്ഥയെ ഒരു വലിയ സൈന്യവുമായി താരതമ്യം ചെയ്യാം. ഒരു സൈന്യം അതിന്റെ ഏറ്റവും വേഗത കുറഞ്ഞ സൈനികന്റെ വേഗതയിലാണ് മുന്നോട്ടു പോകുന്നത്. അതുപോലെ ഇന്ന് നമ്മുടെ സമ്പദ്വ്യവസ്ഥ അതിന്റെ ഏറ്റവും ദുർബലമായ കണ്ണിയെ സംരക്ഷിക്കാൻ വേണ്ടി സാവധാനം നീങ്ങുന്നു. അതുകൊണ്ട് ഇന്ന് ഉപജീവനം നേടുന്നത് വളരെ എളുപ്പമായിരിക്കുന്നു. ഇന്ന് ജീവിക്കാൻ അല്ലെങ്കിൽ കുടുംബം പുലർത്താൻ വലിയ ബുദ്ധിയോ കഴിവായി ആവശ്യമില്ല. സാധാരണയായി ഒരു വ്യക്തി ഈ സുരക്ഷിതത്വത്തിനാണ് തേടുന്നത്. ഈ സുരക്ഷ നമുക്ക് ലഭ്യവുമാണ്. എന്നാൽ ഈ പരിധിക്കപ്പുറം എത്ര ഉയരത്തിൽ ഒരു ലക്ഷ്യം നമ്മൾക്കായി നിശ്ചയിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുത രഹസ്യത്തിലേക്ക് മടങ്ങാം. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച ആ കഥയിലേക്ക്. ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുള്ള ആളുകൾ എന്തുകൊണ്ടാണ് വിജയിക്കുന്നത്? ലക്ഷ്യങ്ങളില്ലാത്ത ആളുകൾ എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത്? ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാം. നിങ്ങളത് ശരിക്കും മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വേഗം മാറ്റങ്ങൾ വരും. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം ഇന്നുള്ളതുപോലെ ആയിരിക്കില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ മുന്നിൽ യാഥാർത്ഥ്യമാകും. കൂടാതെ കാലങ്ങളായി നിങ്ങളെ അലട്ടിയിരുന്ന എല്ലാ ആശങ്കകളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും, സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ മുക്തനാകും. നിങ്ങളുടെ സംശയങ്ങളും ഭയങ്ങളും കഴിഞ്ഞ കാര്യങ്ങളായി മാറും. വിജയത്തിന്റെയും പരാജയത്തിന്റെയും താക്കോൽ എന്താണ്? ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിത്തീരുന്നു. ഞാനിത് ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിത്തീരുന്നു. ചരിത്രത്തിലെ എല്ലാ മഹാനായ ബുദ്ധിമാന്മാരും, അവർ അധ്യാപകരോ തത്വചിന്തകരോ പ്രവാചകരോ ആകട്ടെ, പല വിഷയങ്ങളിലും അവർക്ക് അഭിപ്രായവ്യത്യാസങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈയൊരൊറ്റ വിഷയത്തിൽ അവർ പൂർണ്ണമായി യോജിച്ചു. മഹാനായ ചക്രവർത്തി മാർക്കസ് ഓറേലിയസ് പറഞ്ഞു, മനുഷ്യന്റെ ജീവിതം അവന്റെ ചിന്തകളുണ്ടാക്കുന്നതുപോലെയായിരിക്കും. ഡിസ്രേലി ഇതേ കാര്യം ഇങ്ങനെ പറഞ്ഞു, മനുഷ്യൻ ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്താൽ അവന് എല്ലാം നേടാൻ കഴിയും. വളരെ നീണ്ടതും ആഴത്തിലുള്ളതുമായ ചിന്തകൾക്ക് ശേഷം ഞാൻ ഈ നിഗമനത്തിലെത്തി. ഒരു നിശ്ചിത ലക്ഷ്യമുള്ള മനുഷ്യൻ അതേത് സാഹചര്യത്തിലും പൂർത്തിയാക്കും. ശക്തമായ ഇച്ഛാശക്തിയുണ്ടെങ്കിൽ അതിന് ഒരു തടസ്സവും ഉണ്ടാകില്ല. റാൾഫ് വാൾഡോ എമേഴ്സൺ പറഞ്ഞു, ഒരു മനുഷ്യൻ ദിവസം മുഴുവൻ എന്താണോ ചിന്തിക്കുന്നത് അതായിത്തീരുന്നു. വില്യം ജെയിംസ് പറഞ്ഞു, എന്റെ തലമുറയിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഇതാണ്: മനുഷ്യന് തന്റെ ചിന്തകളിലും ആശയങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ട് തന്റെ ജീവിതത്തെയും മാറ്റാൻ കഴിയും.
അദ്ദേഹം ഇതും പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ശരിക്കും സംഭവിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ മതി. ക്രമേണ ഈ ചിന്തയ്ക്ക് ജീവിതവുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയും. ഈ ആഗ്രഹിച്ച കാര്യങ്ങൾ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകും. വാസ്തവത്തിൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ ശീലങ്ങളുമായി കലരുന്നു. ഇതാണ് യാഥാർത്ഥ്യമാകുന്നത്. വില്യം ജെയിംസ് ഇതും പറഞ്ഞു, ഒരു പ്രത്യേക ഫലത്തെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ചിന്തിച്ചാൽ നിങ്ങളത് തീർച്ചയായും നേടും. നിങ്ങളൊരു ധനികനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ധനികനാകും. നിങ്ങളൊരു പണ്ഡിതനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു പണ്ഡിതനാകും. അതുപോലെ നിങ്ങളൊരു നല്ല മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു നല്ല മനുഷ്യനാകും. നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രം, ആ പ്രത്യേക ലക്ഷ്യത്തിനായി യഥാർത്ഥമായ ഒരു ശക്തി വികസിപ്പിക്കുക. ആ സമയത്ത് ആ ഒരൊറ്റ ലക്ഷ്യം മാത്രം നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കണം. ഒരേ സമയം നൂറുകണക്കിന് കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ ചിതറിപ്പോകരുത്. ബൈബിളിലെ ഈ വാക്യം നിങ്ങൾ ഓർമ്മിക്കണം, വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ്. ഡോക്ടർ നോർമൻ വിൻസെന്റ് പീൽ പറഞ്ഞു, സൃഷ്ടിയിലെ ഏറ്റവും വലിയ നിയമങ്ങളിൽ ഒന്നാണിത്. നിങ്ങളുടെ ചിന്തകൾ നെഗറ്റീവാണെങ്കിൽ നെഗറ്റീവ് ഫലങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കൂ. നിങ്ങൾ പോസിറ്റീവായി ചിന്തിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലവും പോസിറ്റീവായിരിക്കും. ഇതൊരു ലളിതമായ നിയമമാണ്. സമൃദ്ധിയുടെയും വിജയത്തിന്റെയും ഈ അത്ഭുതകരമായ നിയമത്തിന്റെ അടിസ്ഥാനം വെറും 4 വാക്കുകളിൽ പറയാം: വിശ്വസിക്കുക, വിജയം നേടുക. വില്യം ഷേക്സ്പിയർ ഇതിങ്ങനെ പറഞ്ഞു, നമ്മുടെ സംശയങ്ങൾ നമ്മളെ ശ്രമിക്കുന്നതിൽ നിന്ന് പോലും ഭയപ്പെടുത്തുന്നത്ര വഞ്ചനാപരമാണ്. നമ്മൾ വിജയിക്കാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും നമ്മൾ പരാജയപ്പെടുന്നു. ജോർജ് ബെർണാഡ് ഷാ പറഞ്ഞു, ആളുകൾ എപ്പോഴും തങ്ങളുടെ സാഹചര്യങ്ങളെയാണ് കുറ്റപ്പെടുത്തുന്നത്, പക്ഷേ ഞാൻ സാഹചര്യങ്ങളിൽ വിശ്വസിക്കുന്നില്ല. ഈ ലോകത്ത് വിജയം നേടുന്ന ആളുകൾ തങ്ങളുടെ ജോലി തുടങ്ങുകയും തങ്ങൾക്കിഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ സ്വയം സൃഷ്ടിക്കുകയും ചെയ്തവരാണ്. ഈ യാഥാർത്ഥ്യം എത്രമാത്രം ഉറപ്പുള്ളതാണ്! ഇത് വിശ്വസിച്ച ആരെല്ലാം വിജയം നേടിയിട്ടുണ്ട്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിത്തീരുന്നു. അതുകൊണ്ട് നമ്മളൊരു ദൃഢവും അർത്ഥവത്തായതുമായ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മളത് തീർച്ചയായും നേടും. മറുവശത്ത് ലക്ഷ്യങ്ങളില്ലാത്ത ഒരു വ്യക്തി എവിടെ പോകണം എന്നറിയാത്തതുകൊണ്ട് സംശയം, ഭയം, ആശങ്ക, പ്രശ്നങ്ങൾ എന്നിവയിൽ വലയം ചെയ്യപ്പെടുന്നു. അയാൾ എന്താണോ ചിന്തിക്കുന്നത് അതായിത്തീരും. അയാൾ ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കുന്നില്ലെങ്കിൽ അയാൾക്കൊന്നുമാകാൻ കഴിയില്ല. ഇപ്പോൾ ഇതെല്ലാം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് പോലെയാകുന്നത്? ഞാൻ നിങ്ങളോട് പറയാം, ഇതെന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നുവെന്ന്. ഒരു കർഷകന് ഒരു കഷണം ഭൂമിയുണ്ടെന്ന് സങ്കൽപ്പിക്കുക. ആ ഭൂമി വളരെ നല്ലതും ഫലഭൂയിഷ്ഠവുമാണ്. അതിൽ എന്താണ് നടേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് പൂർണ്ണമായും കർഷകനാണ്. അയാൾക്ക് ഇഷ്ടമുള്ളത് നടാം. ഭൂമിക്കിതിൽ ഒരു പ്രശ്നവുമില്ല. ശ്രദ്ധിക്കുക, മനുഷ്യന്റെ മനസ്സും ഭൂമിക്ക് സമാനമാണ്. നമ്മൾ മനുഷ്യന്റെ മനസ്സിനെ ഭൂമിയുമായി താരതമ്യം ചെയ്യുകയാണ്. ഭൂമിയെപ്പോലെ മനസ്സിനും നിങ്ങൾ എന്ത് ചിന്തകളാണ് അതിൽ നടുന്നത് എന്നതിൽ ഒരു താൽപ്പര്യവുമില്ല. നിങ്ങൾ അതിൽ എന്ത് നട്ടാലും അത് നിങ്ങൾക്ക് ആ വിളവ് തിരികെ നൽകും. ഈ യാഥാർത്ഥ്യം പോസിറ്റീവും നെഗറ്റീവുമായ ചിന്തകളിലും ബാധകമാണ്. നിങ്ങൾ പോസിറ്റീവ് ചിന്തകൾ നട്ടാൽ നിങ്ങൾ വിജയത്തിന്റെ വിളവ് കൊയ്യും. നിങ്ങൾ നെഗറ്റീവ് ചിന്തകൾ നട്ടാൽ നിങ്ങൾക്ക് പരാജയം മാത്രമേ ലഭിക്കൂ. ആ കർഷകന്റെ കൈകളിൽ 2 തരം വിത്തുകളുണ്ടെന്ന് സങ്കൽപ്പിക്കുക. ഒന്ന് ഏതെങ്കിലും ധാന്യത്തിന്റെ, മറ്റൊന്ന് വിഷമുള്ള ഒരു ചെടിയുടെ. കർഷകൻ ഭൂമിയിൽ 2 സ്ഥലങ്ങളിൽ 2 വിത്തുകളും നടുന്നു. അയാൾ ആ സ്ഥലങ്ങളിൽ വെള്ളമൊഴിക്കുകയും അവയെ പരിപാലിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഭൂമി അതിൽ നട്ടത് തിരികെ നൽകുന്നു. 2 ചെടികളും വളരുന്നു. ഒന്ന് ധാന്യത്തിന്റെയും മറ്റൊന്ന് വിഷത്തിന്റെയും. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് വിതയ്ക്കുന്നുവോ അതുതന്നെ കൊയ്യും. ഓർക്കുക, ഭൂമിക്ക് താൻ ധാന്യമാണോ വിഷമാണോ തിരികെ നൽകുന്നത് എന്നതിൽ ഒരു പ്രശ്നവുമില്ല. മനുഷ്യന്റെ മസ്തിഷ്കം ഭൂമിയേക്കാൾ വിശ്വസനീയമാണ്, കൂടുതൽ ഫലഭൂയിഷ്ഠമാണ്, കൂടുതൽ അത്ഭുതകരമാണ്. എന്നാൽ ഇത് ഭൂമിയുടെ തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ അതിൽ എന്ത് നടുന്നു എന്നതിനെക്കുറിച്ച് ഇത് ചിന്തിക്കുന്നില്ല. അത് നട്ടതെല്ലാം തിരികെ നൽകും. അത് വിജയമായാലും പരാജയമായാലും, ഒരു നിശ്ചിത വ്യക്തമായ ലക്ഷ്യമായാലും, ആശയക്കുഴപ്പമായാലും, തെറ്റിദ്ധാരണയായാലും, ഭയമായാലും, ആശങ്കയായാലും എന്തായാലും നമ്മൾ അതിൽ എന്തിടുമോ അതുതന്നെ ഇത് നമുക്ക് തിരികെ നൽകും. ഈ ഭൂമിയിൽ ഇന്നും പൂർണ്ണമായി കണ്ടെത്താത്ത ഒരേയൊരു ഭൂഖണ്ഡം മനുഷ്യന്റെ മസ്തിഷ്കമാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ഭാവനകൾക്കും അപ്പുറത്തുള്ള സമ്പത്തും സമൃദ്ധിയും ഇതിൽ നിറഞ്ഞിരിക്കുന്നു. നമ്മൾ പോസിറ്റീവ് ചിന്തകളിട്ടാൽ അത് നമുക്ക് ഭയം, വിജയം, സമൃദ്ധി എന്നിവ തിരികെ നൽകും. നിങ്ങൾ ചോദിച്ചേക്കാം, ഇത് ശരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആളുകൾ തങ്ങളുടെ മസ്തിഷ്കം കൂടുതൽ ഉപയോഗിക്കാത്തത്? ഇതിനും ആളുകളുടെ കയ്യിൽ ഉത്തരമുണ്ട്. നമ്മുടെ മസ്തിഷ്കം ഒരു മികച്ച ഉപകരണമായി നമുക്ക് ജനനം മുതൽ ലഭിച്ചതാണ്. സൗജന്യമായി ലഭിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ വളരെ കുറഞ്ഞ പ്രാധാന്യം മാത്രമേ നൽകുന്നുള്ളൂ. പണം നൽകി ലഭിക്കുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഇതിന് വിപരീതമാണ് സത്യം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് സൗജന്യമായി ലഭിച്ചതാണ്. നമ്മുടെ മസ്തിഷ്കം, നമ്മുടെ ആത്മാവ്, നമ്മുടെ ശരീരം, നമ്മുടെ ഭാഷകൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ബുദ്ധി, കുടുംബത്തിന്റെയും കുട്ടികളുടെയും സുഹൃത്തുക്കളുടെയും സ്നേഹം, പ്രകൃതിയുടെ സമ്മാനങ്ങളായ വായു, വെയിൽ, വെള്ളം എന്നിവ പോലും, ഈ വിലമതിക്കാനാവാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് സൗജന്യമായി ലഭിച്ചതാണ്. നമ്മൾ പണം ചെലവഴിക്കുന്ന കാര്യങ്ങൾ ഇവയേക്കാൾ വളരെ ചെറുതാണ്. അവ മാറ്റിവെക്കാവുന്നതുമാണ്.
എന്നാൽ പ്രകൃതിയിൽ നിന്ന് സൗജന്യമായി ലഭിച്ച കാര്യങ്ങൾ ഒരിക്കലും മാറ്റാൻ കഴിയില്ല. മറ്റൊരു കാര്യം, മനുഷ്യന്റെ മനസ്സിന്റെ ശക്തികൾ പൂർണ്ണമായി ഉപയോഗിച്ചിട്ടില്ല. മനസ്സ് വളരെ ശക്തമാണ്. ഏത് ജോലിയും അതിനെ ഏൽപ്പിച്ചാൽ അത് ചെയ്യാൻ കഴിയും. എന്നാൽ സാധാരണയായി നമ്മൾ വലിയതും പ്രധാനപ്പെട്ടതുമായ ജോലികൾക്ക് പകരം ചെറിയ ജോലികൾക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. പല സർവകലാശാലകളും ഇത് തെളിയിച്ചിട്ടുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും നമ്മുടെ കഴിവിന്റെ 10% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മുടെ ശേഷിച്ച കഴിവ് ഉപയോഗിക്കാതെ കിടക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ മസ്തിഷ്കമെന്ന ഭൂമിയിൽ നടുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ്. നിങ്ങൾ ഒരു വളരെ വിജയകരമായ സെയിൽസ്മാൻ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു കമ്പനിയുടെ കഴിവുള്ളതും സജീവവുമായ ജീവനക്കാരനായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് ഈ ലക്ഷ്യമെന്ന വിത്ത് നിങ്ങളുടെ മനസ്സിൽ നടുക എന്നതാണ്. ശ്രദ്ധയോടെ ഏകാഗ്രമായി ഇതിനെ പരിപാലിക്കുക. ലക്ഷ്യത്തിന്റെ ദിശയിൽ മുന്നോട്ടു പോകുക, പ്രവർത്തിക്കുക. ഒരു ദിവസം നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകും. ഇതിൽ ഒരു സംശയവുമില്ല. ഇതൊരു പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കുക. സർ ഐസക് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമം പോലെ. നിങ്ങൾ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയാൽ നിങ്ങൾ താഴെ വരും, മുകളിലേക്ക് പോകില്ല. പ്രകൃതിയുടെ എല്ലാ നിയമങ്ങളും എപ്പോഴും ശരിയാണ്, എപ്പോഴും പ്രവർത്തിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കുക. നിങ്ങൾ ലക്ഷ്യം നേടിയെന്ന് എപ്പോഴും തുറന്ന കണ്ണുകളോടെ സ്വപ്നം കാണുക. ലക്ഷ്യത്തിലെത്തിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ അത് ചെയ്യുന്നതായി സ്വയം കാണുക. ഇന്ന് നമ്മുടെ കാലഘട്ടത്തെ യുഗങ്ങളുടെ യുഗം അല്ലെങ്കിൽ മാനസിക തകർച്ചകളുടെ യുഗം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഇന്ന് വൈദ്യശാസ്ത്രം ആരോഗ്യവും ദീർഘായുസ്സും നേടുന്നതിൽ ഇത്രയധികം വിജയം നേടിയിട്ടും ആളുകൾ പ്രശ്നങ്ങളുമായി പോരാടുകയും സമ്മർദ്ദത്തിലാകുകയും അകാല മരണത്തിലേക്ക് സ്വയം തള്ളിവിടുകയും ചെയ്യുന്നു. ഇത് സംഭവിക്കുന്നത് അവർക്കു വേണ്ടി വളരെ ഫലപ്രദവും പ്രയോജനകരവുമായ മഹത്തായ പ്രകൃതി നിയമങ്ങൾ അവർ സ്വീകരിക്കാൻ പഠിക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ ചിന്താരീതിയിലാണ് അത്ഭുതങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ഓരോ വ്യക്തിയും തന്റെ എല്ലാ ചിന്തകളുടെയും ആകത്തുകയാണ്. അയാളത് അംഗീകരിച്ചാലുമില്ലെങ്കിലും അയാൾ ഇപ്പോൾ ഏതവസ്ഥയിലാണോ ഉള്ളത് അത് അയാളുടെ സ്വന്തം ചിന്തകളുടെ ഫലമാണ്. നമ്മളിൽ ഓരോരുത്തർക്കും ഭാവിയിൽ നമ്മുടെ ഇന്നത്തെ ചിന്തകളുടെ ഫലം ലഭിക്കും. കാരണം ഇന്ന്, നാളെ, അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത വർഷം നമ്മുടെ ചിന്തകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ഭാവി, നമ്മുടെ ജീവിതം നിർണ്ണയിക്കപ്പെടുന്നത്. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ മുഴുവൻ വ്യക്തിത്വത്തെയും ജീവിതത്തെയും നയിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരിക്കൽ ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു. വഴിയിൽ റോഡിന്റെ അരികിൽ ഒരു വലിയ യന്ത്രം ഭീകരമായ ശബ്ദത്തോടെ പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടു. യന്ത്രം ഒരു സമയം ഏകദേശം 20 ടൺ മണ്ണാണ് ഉയർത്തുന്നത്. ഒരു ചെറിയ മനുഷ്യൻ ചക്രങ്ങൾ പിടിച്ച് യന്ത്രത്തെ നയിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നെനിക്ക് തോന്നി, ഈ യന്ത്രത്തെ മനുഷ്യന്റെ മസ്തിഷ്കവുമായി താരതമ്യം ചെയ്യാം. ഈ ഭീമാകാരമായ ഊർജ്ജ സ്രോതസ്സായ മസ്തിഷ്കമെന്ന യന്ത്രത്തിന്റെ നിയന്ത്രണം നമ്മുടെ സ്വന്തം കൈകളിലാണ്. നിങ്ങൾ കൈയും കെട്ടിയിരുന്ന് ഈ ശക്തമായ യന്ത്രത്തെ ഒരു കുഴിയിൽ വീഴാൻ അനുവദിക്കുമോ? അതോ ഇരു കൈകളും ഉറപ്പിച്ച് അതിന്റെ സ്റ്റിയറിംഗിൽ പിടിച്ച് അതിന്റെ ശക്തി ഒരു പ്രത്യേക ലക്ഷ്യത്തിനായി ഉപയോഗിക്കുമോ? ഈ 2 വഴികളും നിങ്ങളാണ് തെരഞ്ഞെടുക്കേണ്ടത്. കാരണം നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നു, യന്ത്രത്തിന്റെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിലാണ്. വിജയം നൽകുന്ന ഈ നിയമം ഒരു ഇരുതല വാൾ പോലെയാണെന്ന് നിങ്ങൾ കണ്ടു. നമ്മുടെ ചിന്തകളെയും ആശയങ്ങളെയും നമ്മൾ നിയന്ത്രിക്കണം. ഈ ചിന്തകളുടെ നിയമം ഒരു വശത്ത് ഒരു വ്യക്തിയെ വിജയത്തിലേക്കും സന്തോഷത്തിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കുന്നു. അയാൾ തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി സ്വപ്നം കണ്ട സന്തോഷങ്ങൾ ജീവിതത്തിൽ ലഭ്യമാക്കുന്നു. അതേസമയം ഇതേ നിയമം അയാളെ അഴുക്കുചാലിലേക്ക് തള്ളിവിടാനും കഴിയും. എല്ലാം ഒരു വ്യക്തി ഈ നിയമം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇതാണ് ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ രഹസ്യം. ഇപ്പോൾ ചോദ്യമിതാണ്: ഞാനിതിനെ അത്ഭുതകരമെന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു? ഇത് ഒരു രഹസ്യമാണെന്ന് ഞാൻ എന്തുകൊണ്ട് പറയുന്നു? യഥാർത്ഥത്തിൽ ഇതൊരു രഹസ്യമല്ല. തുടക്കത്തിൽ ഒരു ബുദ്ധിമാനായ വ്യക്തി ഈ പ്രകൃതി നിയമത്തിന്റെ സത്യം തെളിയിച്ചു. പിന്നീട് ബൈബിളിൽ ഇത് പലതവണ പരാമർശിക്കപ്പെട്ടു. എന്നാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇത് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത് ആളുകൾക്ക് അത്ഭുതകരവും ഒരു രഹസ്യമായി അവശേഷിച്ചതും. എന്റെ വിശ്വാസം ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ നഗരത്തിലെ തെരുവുകളിലൂടെ പോയി 100 പേരിൽ നിന്ന് ഒരാളോട് വിജയത്തിന്റെ രഹസ്യമെന്താണ് എന്ന് ചോദിച്ചാൽ, 1 മാസത്തെ പരിശ്രമത്തിനു ശേഷവും ഇത് പറയാൻ കഴിയുന്ന ഒരാളെപ്പോലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇന്ന് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഇത് നമുക്ക് മാത്രമല്ല, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികൾക്കും പ്രധാനപ്പെട്ടതാണ്. ജീവിതം വിരസവും മടുപ്പിക്കുന്നതുമല്ല, മറിച്ച് ആവേശം നിറഞ്ഞ ഒരു യാത്രയായിരിക്കണം. ഒരു വ്യക്തി തന്റെ ജീവിതം പൂർണ്ണ ആവേശത്തോടെ ജീവിക്കണം. അയാൾ രാവിലെ ഉറക്കമുണരുമ്പോൾ സന്തോഷിക്കണം. അയാൾക്കിഷ്ടപ്പെട്ട ജോലി ചെയ്യണം, കാരണം അയാൾക്കത് നന്നായി ചെയ്യാൻ കഴിയും. ഒരിക്കൽ ഞാനൊരു പ്രശസ്ത എഡിറ്ററുടെ പ്രഭാഷണം കേട്ടു. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: എന്റെ തൊഴിലിൽ ഞാൻ പല കാര്യങ്ങളും മനസ്സിലാക്കി. 1, ആളുകൾ അടിസ്ഥാനപരമായി നല്ലവരാണ്. 2, നമ്മളെല്ലാവരും എവിടെ നിന്നോ വന്നവരാണ്, നമുക്കെവിടെയെങ്കിലും പോകാനുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിലെ നമ്മുടെ മധ്യകാലം ഒരു ആവേശകരമായ യാത്രയായിരിക്കണം. സൃഷ്ടികർത്താവ് എവിടെയെങ്കിലും എത്താൻ ഒരു ഗോവണിയുണ്ടാക്കിയിട്ടില്ല.
എന്നാൽ ആ മഹാനായ അധ്യാപകൻ, ആ സൃഷ്ടികർത്താവ് കാലാകാലങ്ങളിൽ ഈ രഹസ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നീ എങ്ങനെ വിശ്വസിക്കുന്നുവോ അത് നിനക്ക് സത്യമായി തീരും. ഞാൻ നിങ്ങൾക്ക് ഒരു പരീക്ഷണത്തിനുള്ള അവസരം നൽകാൻ ആഗ്രഹിക്കുന്നു. ഈ പരീക്ഷണം 30 ദിവസത്തേക്ക് നീണ്ടുനിൽക്കും. നിങ്ങൾ ഈ പരീക്ഷണം നന്നായി പൂർത്തിയാക്കിയാൽ ഇത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മികച്ച രൂപത്തിൽ മാറ്റിമറിക്കും. 17-ാം നൂറ്റാണ്ടിലേക്ക് നമുക്ക് മടങ്ങാം. മഹാനായ ശാസ്ത്രജ്ഞൻ സർ ഐസക് ന്യൂട്ടൺ ഭൗതികശാസ്ത്രത്തിന്റെ ചില നിയമങ്ങൾ നമുക്ക് നൽകി. ഈ നിയമങ്ങൾ പ്രപഞ്ചത്തിലെ മറ്റു വസ്തുക്കളെപ്പോലെ മനുഷ്യനും അതേ സത്യസന്ധതയോടെ ബാധകമാണ്. ഈ നിയമങ്ങളിൽ ഒന്ന് ഇതാണ്: ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനമുണ്ട്. നമ്മളിത് നമ്മളിൽ പ്രയോഗിക്കുകയാണെങ്കിൽ ഇതിനർത്ഥം ഒരു വിലയും കൊടുക്കാതെ നമുക്കൊന്നും നേടാൻ കഴിയില്ല എന്നാണ്. നിങ്ങളുടെ 30 ദിവസത്തെ പരീക്ഷണത്തിന്റെ ഫലം നിങ്ങൾ എത്രമാത്രം പരിശ്രമിക്കുന്നുവോ അതിന് ആനുപാതികമായിരിക്കും. ഒരു ഡോക്ടറാകാൻ നിങ്ങൾ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്യേണ്ടിവരും. അതുപോലെ ആളുകളെ മനസ്സിലാക്കുന്നതിലോ അവരെ സമ്മതിപ്പിക്കുന്നതിലോ അല്ലെങ്കിൽ വിൽപ്പന തൊഴിലിലോ നമ്മുടെ വിജയം കാര്യങ്ങൾ വിൽക്കാനുള്ള അല്ലെങ്കിൽ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള നമ്മുടെ കഴിവിനെ ആശ്രയിച്ചിരിക്കും. എന്നാൽ മറ്റുള്ളവർക്ക് ഒരു മികച്ച ജീവിതം ലഭിക്കുന്നതിനുള്ള വഴി മനസ്സിലാക്കി കൊടുക്കുന്നതിൽ നമ്മുടെ വിജയം നമ്മൾ ഈ പരിശ്രമത്തിൽ എത്രമാത്രം വില കൊടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഈ വില കൊടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഇപ്പോൾ ചോദ്യമിതാണ്: എന്താണ് ആ വില? ഇതിൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതുതന്നെയായിത്തീരുന്നു എന്ന് മാനസികമായും വൈകാരികമായും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കണം. അതായത് നമ്മൾ എന്ത് വിതയ്ക്കുന്നുവോ അത് കൊയ്യും എന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കണം. 2, നമ്മുടെ മനസ്സിൽ നിന്ന് എല്ലാ തടസ്സങ്ങളും വിലങ്ങുകളും നീക്കം ചെയ്യണം. ഈ ജോലി നമുക്കായി ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ടതാണെന്ന് കരുതി പരമാവധി മുന്നോട്ടു പോകണം. എല്ലാ പരിധികളും നമ്മൾ സ്വയം ഉണ്ടാക്കിയതാണെന്നും നമ്മുടെ ഭാവനകൾക്കും അപ്പുറത്തുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം. അതായത് എല്ലാ സങ്കുചിത ചിന്തകളിൽ നിന്നും മുൻവിധികളിൽ നിന്നും നമ്മൾ ഉയർന്നുവരണം. 3, നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കാൻ സ്വയം പ്രേരിപ്പിക്കുന്നതിന് നമ്മുടെ മുഴുവൻ കഴിവും ധൈര്യവും ഉപയോഗിക്കണം. അതോടൊപ്പം നമുക്കായി ഒരു നിശ്ചിതവും വ്യക്തവുമായ ലക്ഷ്യം നിർണ്ണയിക്കുന്നതിനും ആ ലക്ഷ്യത്തെക്കുറിച്ച് എല്ലാ കോണുകളിൽ നിന്നും ചിന്തിക്കാൻ നമ്മുടെ മനസ്സിന് അവസരം നൽകുന്നതിനും ശ്രമിക്കണം. നമ്മുടെ ഭാവനയ്ക്ക് എല്ലാ സാധ്യതകളും പരീക്ഷിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണം. ലക്ഷ്യം നേടുന്നതിനുള്ള വഴിയിൽ ഒരു സാഹചര്യവും നിങ്ങളെ തോൽപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് വിശ്വസിക്കാൻ വിസമ്മതിക്കണം. ലക്ഷ്യത്തിലേക്കുള്ള വഴി വ്യക്തമായി കാണുമ്പോൾ വേഗത്തിൽ തീരുമാനമെടുക്കുകയും പ്രവർത്തിക്കുകയും വേണം. നിങ്ങൾ നിങ്ങളുടെ നേട്ടങ്ങളുടെ മധ്യത്തിൽ നിൽക്കുകയാണെന്ന് നിരന്തരമായി സ്വയം ഓർമ്മിപ്പിക്കണം. 4, നിങ്ങൾ സമ്പാദിക്കുന്നതിന്റെ 10% തീർച്ചയായും ലാഭിക്കണം. നിങ്ങളുടെ തൊഴിൽ എന്തുതന്നെയായാലും നിങ്ങൾ വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അതിൽ അനന്തമായ സാധ്യതകളുണ്ടെന്ന് എപ്പോഴും ഓർമ്മിക്കുക. ഒരു മനോഹരമായ ജീവിതം നയിക്കുന്നതിനുള്ള വിലയായി നമ്മൾ കൊടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ആവർത്തിക്കാം. 1, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിത്തീരുന്നു. 2, ഭാവന എന്ന വാക്കിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സിന് ഉയർന്നു പറക്കാൻ അവസരം നൽകുക. 3, എല്ലാ ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 4, നിങ്ങൾ സമ്പാദിക്കുന്നതിന്റെ 10% ലാഭിക്കുക. 5, ഒരു ആശയവും പ്രാവർത്തികമാക്കാത്തതുവരെ അത് വിലയില്ലാത്തതാണെന്ന് ഓർമ്മിക്കുക. ഇപ്പോൾ ഞാൻ 30 ദിവസത്തെ പരീക്ഷണം വിശദീകരിക്കാൻ ശ്രമിക്കാം. ഈ പരീക്ഷണത്തിൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, മറിച്ച് എല്ലാം നേടാൻ കഴിയുമെന്ന് നിങ്ങളുടെ മനസ്സിൽ വ്യക്തമാക്കുക. 2 കാര്യങ്ങൾ നമ്മളിൽ എല്ലാവർക്കും ബാധകമാണ്. നമ്മളെല്ലാവരും എന്തെങ്കിലും ആഗ്രഹിക്കുന്നു, നമ്മളെല്ലാവരും എന്തെങ്കിലും ഭയപ്പെടുന്നു. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം ഒരു കാർഡിൽ എഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് പണമാകാം. നിങ്ങളുടെ വരുമാനം ഇരട്ടിയാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക തുക സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. നിങ്ങൾക്കൊരു മനോഹരമായ വീട് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ വിജയം നേടാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രത്യേക പദവി ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ കുടുംബത്തിൽ ഐക്യവും സമാധാനവും ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും എന്തെങ്കിലും ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് നിങ്ങളുടെ കാർഡിൽ വ്യക്തമായി എഴുതുക. ഇത് നിങ്ങളുടെ ഒരേയൊരു വ്യക്തമായ ലക്ഷ്യമാണെന്ന് ഉറപ്പാക്കുക. ഈ കാർഡ് മറ്റാരെയും കാണിക്കരുത്, നിങ്ങളുടെ അടുത്ത് സൂക്ഷിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ദിവസം മുഴുവൻ പലതവണ അത് കാണാൻ കഴിയും. എല്ലാ ദിവസവും രാവിലെ ഉറക്കമുണരുമ്പോൾ സന്തോഷത്തോടെയും ശാന്തമായ മനസ്സോടെയും അതിനെക്കുറിച്ച് ചിന്തിക്കുക. ദിവസം മുഴുവൻ എത്ര തവണ അവസരം ലഭിച്ചാലും ഈ കാർഡ് കാണുക. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും കാണുക. കാർഡ് കാണുമ്പോൾ ഈ കാര്യം ഓർമ്മിക്കുക: നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതായിത്തീരുന്നു. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ട് നിങ്ങൾ വളരെ വേഗം ഈ ലക്ഷ്യം നേടുമെന്ന് മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം കാർഡിൽ എഴുതുകയും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്ത നിമിഷം മുതൽ ആ ലക്ഷ്യം നിങ്ങളുടെ സ്വന്തമായി. നിങ്ങൾ വീടിന് പുറത്തിറങ്ങുമ്പോൾ ചുറ്റും വ്യാപിച്ചു കിടക്കുന്ന സമൃദ്ധിയിലേക്ക് നോക്കുക. ഈ സമൃദ്ധിയിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ തന്നെ അവകാശമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്താൽ ഈ സമൃദ്ധി നിങ്ങളുടേതാകാം. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ഭാഗത്തേക്ക് പോകാം, കാരണം ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ചില പുതിയ ശീലങ്ങൾ വളർത്തിയെടുക്കേണ്ടിവരും. പുതിയ ശീലങ്ങൾ എളുപ്പത്തിലുണ്ടാകുന്നില്ല, എന്നാൽ ഒരിക്കലുണ്ടായാൽ അത് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും.
നിങ്ങൾക്ക് ഭയം നൽകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തുക. എല്ലാ തവണയും ഒരു ഭയാനകവും നെഗറ്റീവുമായ ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ അതിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ പോസിറ്റീവും പ്രധാനപ്പെട്ടതുമായ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചിന്തയും അതിന്റെ യഥാർത്ഥ ഭാവനയും കൊണ്ടുവരിക. ഈ സമയത്ത് ഈ ശ്രമം ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് തോന്നും. കാരണം മനുഷ്യന് പോസിറ്റീവായി ചിന്തിക്കുന്നതിനേക്കാൾ നെഗറ്റീവായി ചിന്തിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് വെറും 5% ആളുകൾക്ക് മാത്രം വിജയിക്കാൻ കഴിയുന്നത്. നിങ്ങളുടെ ശ്രമം ഈ മുൻപന്തിയിലുള്ള 5% ആളുകളുടെ വിഭാഗത്തിൽ നിങ്ങളുടെ സ്ഥാനമുണ്ടാക്കാനായിരിക്കണം. ഈ 30 ദിവസത്തേക്ക് നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ പൂർണ്ണ നിയന്ത്രണം നിങ്ങളുടെ കൈകളിലായിരിക്കണം. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ അനുവദിക്കുന്നത് മാത്രമേ ചിന്തിക്കൂ. ഈ 30 ദിവസത്തെ പരീക്ഷണ കാലയളവിൽ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യേണ്ടതിനേക്കാൾ കൂടുതൽ ജോലി ചെയ്യുക. അതോടൊപ്പം ഒരു പോസിറ്റീവ് നിലപാട് നിലനിർത്താൻ മുമ്പത്തേക്കാൾ കൂടുതൽ ശ്രമിക്കുക. നിങ്ങൾ എത്രമാത്രം നൽകുന്നുവോ അത്രയും നിങ്ങൾക്ക് ജീവിതത്തിൽ തിരികെ ലഭിക്കുമെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്യുക. നിങ്ങൾ ഒരു ലക്ഷ്യത്തിന്റെ ദിശയിൽ പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്ന നിമിഷം മുതൽ നിങ്ങളൊരു വിജയകരമായ വ്യക്തിയായി മാറുന്നു. കാരണം ആ നിമിഷം മുതൽ നിങ്ങൾ എവിടെ പോകുന്നു എന്നറിയാവുന്ന വിജയികളുടെ കൂട്ടത്തിൽ ചേരുന്നു. ഇതിനർത്ഥം ലക്ഷ്യം നിശ്ചയിക്കുന്നതിലൂടെ നിങ്ങൾ ഓരോ 100 പേരിലും മുൻപന്തിയിലുള്ള 5 പേരുടെ കൂട്ടത്തിൽ ചേരുന്നു. ലക്ഷ്യം എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ച് സ്വയം അധികം വിഷമിക്കേണ്ട. അതിനെ പൂർണ്ണമായും നിങ്ങളെക്കാൾ ശക്തമായ ആ ശക്തിക്ക് വിട്ടുകൊടുക്കുക. നിങ്ങൾ എവിടെ പോകുന്നു, ഏതു ദിശയിലേക്കാണ് പോകുന്നത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ബാക്കി എല്ലാ ചോദ്യങ്ങൾക്കും അവ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ തന്നെ സ്വയം ഉത്തരം ലഭിക്കും. ഈ മതപരമായ വചനങ്ങൾ ഓർമ്മിക്കുകയും പരീക്ഷണ കാലയളവിൽ എല്ലാ ദിവസവും നിങ്ങളുടെ മുന്നിൽ സൂക്ഷിക്കുകയും ചെയ്യുക. ചോദിക്കുക, അപ്പോൾ നിങ്ങൾക്കുത്തരം ലഭിക്കും. അന്വേഷിക്കുക, അപ്പോൾ നിങ്ങൾ കണ്ടെത്തും. മുട്ടുക, അപ്പോൾ നിങ്ങൾക്കായി വാതിൽ തുറക്കപ്പെടും. കാരണം ജിജ്ഞാസയുള്ള ഓരോ വ്യക്തിക്കും ഉത്തരം ലഭിക്കുന്നു. അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു. മുട്ടുന്നവനു വേണ്ടി വാതിൽ തുറക്കപ്പെടുന്നു. ഈ വാക്കുകൾ എത്ര ലളിതമാണോ അത്രയും തന്നെ അത്ഭുതകരവുമാണ്. വാസ്തവത്തിൽ ഈ തത്വം വളരെ ലളിതമാണ്. നമ്മുടെ കഠിനമായ വാക്കുകളിൽ കുടുങ്ങി ഇത് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കാം. പരീക്ഷണം പൂർത്തിയാക്കുന്നതിന് നിങ്ങളുടെ മുന്നിൽ വ്യക്തമായ ഒരു ലക്ഷ്യവും അത് പൂർത്തിയാക്കാനുള്ള വിശ്വാസവും ഉണ്ടായിരിക്കണം. നിങ്ങൾ ഏതു തൊഴിലുമായി ബന്ധപ്പെട്ടവനാണെങ്കിലും ഈ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത നിങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുക. എല്ലാ ദിവസവും നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ മുന്നിൽ വയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ മുന്നിൽ വരുന്ന ജീവിതത്തിന്റെ പുതിയ വശം കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. പ്രശസ്ത എഡിറ്ററും എഴുത്തുകാരിയുമായ ഡോറ ലാംബർട്ട് തന്റെ പുസ്തകത്തിൽ ഈ രഹസ്യം കണ്ടെത്തി. വേക്കപ്പ് ആൻഡ് ലിവ്. അവളുടെ മുഴുവൻ ചിന്തകളും തത്വങ്ങളും ഈ വാക്കുകളിൽ ഒതുങ്ങിയിരിക്കുന്നു. വിജയിക്കാൻ സാധ്യതയില്ലാത്തതുപോലെ പ്രവർത്തിക്കുക. ഡോറ ലാംബർട്ട് തന്റെ പരീക്ഷണ കാലയളവ് പൂർണ്ണ സത്യസന്ധതയോടെയും വിശ്വാസത്തോടെയും പൂർത്തിയാക്കി. അത്ഭുതകരമായ വിജയം അവളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചു. ഇപ്പോൾ നിങ്ങൾ 30 ദിവസത്തെ പരീക്ഷണം ആരംഭിക്കുക. എന്നാൽ അതിൽ ഉറച്ചുനിൽക്കാൻ നിങ്ങൾ പൂർണ്ണമായും തയ്യാറാകാത്തതുവരെ പരീക്ഷണം ആരംഭിക്കരുത്. നിങ്ങൾ ദൃഢചിത്തനാകുമ്പോൾ നിങ്ങളിൽ വിശ്വാസവും ദൃശ്യമാകും. ദൃഢചിത്തത എന്നത് വിശ്വാസത്തിന്റെ മറ്റൊരു പേരാണെന്ന് പറയാം. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ദൃഢതയോടെ പ്രവർത്തിക്കാൻ കഴിയില്ല. 30 ദിവസത്തെ പരീക്ഷണ കാലയളവിൽ നിങ്ങൾ പരാജയപ്പെടുകയോ നെഗറ്റീവ് ചിന്തകളാൽ പരാജയപ്പെടുകയോ ചെയ്താൽ വീണ്ടും തുടങ്ങുക. ക്രമേണ നിങ്ങളുടെ ഈ പുതിയ ശീലം നിങ്ങളുടെ ഉള്ളിൽ സ്വാംശീകരിക്കപ്പെടും. ഒന്നും അസാധ്യമല്ലാത്ത ആ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ സ്വയം കണ്ടെത്തും. നിങ്ങളുടെ കാർഡ് മറക്കരുത്. ഈ പുതിയ ജീവിതരീതി നിങ്ങൾ ആരംഭിക്കുമ്പോൾ ഈ കാർഡ് നിങ്ങൾക്ക് ആവശ്യമാണ്. അതിന്റെ ഒരു വശത്ത് നിങ്ങളുടെ ലക്ഷ്യം എഴുതുക, അത് എന്താണെങ്കിലും. മറുവശത്ത് പ്രഭാഷണത്തിലെ ഈ വരികൾ എഴുതുക. ചോദിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുക, അപ്പോൾ നിങ്ങൾ തീർച്ചയായും കണ്ടെത്തും. മുട്ടുക, അപ്പോൾ നിങ്ങൾക്കായി വാതിൽ തുറക്കപ്പെടും. പരീക്ഷണ കാലയളവിൽ നിങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ പ്രചോദനാത്മകമായ പുസ്തകങ്ങൾ വായിക്കുക. ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമാകും. ജീവിതത്തിൽ ഒരു വലിയ കാര്യവും പ്രചോദനമില്ലാതെ പൂർത്തിയാക്കിയിട്ടില്ല. 30 ദിവസത്തെ പരീക്ഷണ കാലയളവിൽ നിങ്ങളുടെ പ്രചോദനം അതിന്റെ ഉച്ചകോടിയിൽ നിലനിർത്താൻ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഒട്ടും വിഷമിക്കരുത്. കാരണം വിഷമം ഭയത്തിന് ജന്മം നൽകുന്നു. ഭയം ജീവിതത്തെ തകർക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ മുന്നിൽ വ്യക്തമായി സൂക്ഷിക്കണമെന്ന് ഓർമ്മിക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും സ്വയം ശരിയായി വരും. നിങ്ങൾ എപ്പോഴും ശാന്തനും സന്തോഷവാനും ആയിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളെ അലട്ടാൻ അനുവദിക്കരുത്. ചിലപ്പോൾ ഈ പരീക്ഷണം ബുദ്ധിമുട്ടാണെന്ന് കണ്ട് ചിലർ പറയും, ഞാൻ ഇതിനെക്കുറിച്ച് എന്തിനാണ് വിഷമിക്കുന്നത്? ശ്രദ്ധിക്കുക, ജീവിതത്തിൽ ആരും പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ആരും ഒരു സാധാരണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആരും വിഷമം, ഭയം, നിരാശ എന്നിവ നിറഞ്ഞ ജീവിതം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കണം, നിങ്ങൾ എന്ത് വിതയ്ക്കുന്നുവോ അത് കൊയ്യും. നിങ്ങൾ നെഗറ്റീവ് ചിന്തകളുടെ വിളവ് വിതച്ചാൽ നിങ്ങളുടെ മനസ്സ് നെഗറ്റീവ് ചിന്തകളാൽ നിറയും. നിങ്ങൾ പോസിറ്റീവ് ചിന്തകൾ വിതച്ചാൽ നിങ്ങളുടെ ജീവിതം സന്തോഷകരവും വിജയകരവും പോസിറ്റീവുമായിരിക്കും. ഇപ്പോൾ ഒരു കാര്യം കൂടി, നമ്മൾ കേട്ട കാര്യങ്ങൾ ക്രമേണ മറന്നുപോകുന്ന ഒരു പ്രവണതയുണ്ട്. അതുകൊണ്ട് ഈ റെക്കോർഡ് ഇടയ്ക്കിടെ വെച്ച് നിങ്ങൾക്ക് പുതിയ ശീലം വളർത്തിയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. നിങ്ങളുടെ മുഴുവൻ കുടുംബത്തോടും ഒപ്പമിരുന്ന് ഇത് പതിവായി കേൾക്കുക. നിങ്ങൾക്ക് ഒരുപാട് പേരെ കാണാൻ കഴിയും.
ഈ നിയമം മനസ്സിലാക്കുകയോ പഠിക്കുകയോ അറിയുകയോ ചെയ്യാതെ പണമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ. ഇവർ ഒരു അധ്വാനവും കൂടാതെ ഒരു വിലയും കൊടുക്കാതെ സൗജന്യമായി ഒരുപാട് കാര്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇങ്ങനെയുള്ളവർ ജീവിതത്തിൽ പരാജയപ്പെടുന്നു. നിയമപരവും അർത്ഥപൂർണവുമായ രീതിയിൽ പണമുണ്ടാക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം ആളുകൾക്ക് ഉപയോഗപ്രദവും ആവശ്യമായതുമായ വസ്തുക്കളും സേവനങ്ങളും ലഭ്യമാക്കുക എന്നതാണ്. നമ്മുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകിക്കൊണ്ടാണ് നമ്മൾ ആളുകളിൽ നിന്ന് പണം വാങ്ങുന്നത്. അതിനാൽ യഥാർത്ഥ നിയമമനുസരിച്ച് നമ്മൾ ആളുകൾക്ക് എത്രമാത്രം സേവനം നൽകുന്നുവോ അതിനനുസരിച്ച് നമുക്ക് സാമ്പത്തിക നേട്ടം ലഭിക്കും. വിജയം ഒരിക്കലും പണമുണ്ടാക്കുന്നതിന്റെ ഫലമല്ല, മറിച്ച് ഇതിന് വിപരീതമായി വിജയത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ പണമുണ്ടാക്കുന്നത്. നമ്മൾ എത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്നുവോ, എത്രമാത്രം ആളുകൾക്ക് നമ്മുടെ സേവനങ്ങൾ നൽകുന്നുവോ അതിനനുസരിച്ച് നമുക്ക് വിജയം ലഭിക്കും. മിക്ക ആളുകളും ഈ നിയമം തെറ്റായി മനസ്സിലാക്കുന്നു. അവർ വിശ്വസിക്കുന്നത് നിങ്ങൾ ധാരാളം പണമുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിയാണെന്നാണ്. എന്നാൽ സത്യമിതാണ്, നിങ്ങൾ ആദ്യം വിജയം നേടിയാൽ മാത്രമേ നിങ്ങൾക്ക് പണമുണ്ടാക്കാൻ കഴിയൂ. വിജയം നേടാൻ വിറക് വെച്ച് തീ കത്തിക്കാനിരിക്കുന്ന ഒരു മനുഷ്യന്റെ കഥ പോലെയാണിത്. ആദ്യം എനിക്ക് തീ തരൂ, എന്നിട്ട് ഞാൻ വിറക് വയ്ക്കാം എന്ന് അയാൾ പറയുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് ലോകത്തിൽ എത്ര ആളുകൾക്ക് ജീവിതത്തോടുള്ള മനോഭാവം ഇതായിരിക്കും? അവരുടെ എണ്ണം കോടിക്കണക്കിന് വരും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം വിറക് വെച്ചാൽ മാത്രമേ തീ ലഭിക്കൂ. അതുപോലെ നമ്മൾ ആദ്യം നമ്മുടെ സേവനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, എന്നിട്ട് പണത്തിനായി പ്രതീക്ഷിക്കണം. നിങ്ങളെ പണവുമായി ഒരിക്കലും ബന്ധപ്പെടുത്തരുത്, മറിച്ച് കഠിനാധ്വാനം, ജോലി, സേവനം, സ്വപ്നങ്ങൾ, അവ യാഥാർത്ഥ്യമാക്കാനുള്ള ആഗ്രഹം എന്നിവയുമായി ബന്ധപ്പെടുത്തുക. നിങ്ങളിത് ചെയ്തു നോക്കുക, എന്നിട്ട് എത്രമാത്രം സമ്പത്തും സമൃദ്ധിയും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് കാണുക. സമൃദ്ധി എന്നത് പരസ്പര വിനിമയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സമൃദ്ധിക്കായി പരിശ്രമിക്കുകയും സംഭാവന നൽകുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും സ്വയം സമ്പന്നനാകുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് സേവനം നൽകുന്ന ആളുകളിൽ നിന്ന് നേരിട്ട് ഫലം ലഭിച്ചെന്ന് വരില്ല, മറിച്ച് മറ്റെവിടെയെങ്കിലും നിന്ന് ലഭിക്കാം. കാരണം ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനമുണ്ട് എന്ന നിയമം അങ്ങനെയാണ്. 30 ദിവസത്തെ പരീക്ഷണ കാലയളവിൽ ഓരോ ദിവസവും കടന്നുപോകുമ്പോൾ നിങ്ങളുടെ വിജയം നിങ്ങൾ ആളുകൾക്ക് നൽകുന്ന സേവനത്തിന്റെ അളവും ഗുണനിലവാരവും അനുസരിച്ചാണ് അളക്കുന്നത് എന്ന് എപ്പോഴും ഓർമ്മിക്കുക. പണം ഈ സേവനത്തെ അളക്കുന്നതിനുള്ള ഒരു അളവുകോൽ മാത്രമാണ്. ഒരു വ്യക്തിക്കും മറ്റുള്ളവരെ സമ്പന്നനാക്കാതെ സ്വയം സമ്പന്നനാകാൻ കഴിയില്ല. ഈ നിയമത്തിന് ഒരു അപവാദവുമില്ല. ഈ നിയമം നന്നായി മനസ്സിലാക്കിയാൽ ഏതൊരു ചിന്താശേഷിയുള്ള വ്യക്തിക്കും സ്വന്തം വിധി സ്വയം മാറ്റാൻ കഴിയും. അയാൾക്ക് കൂടുതൽ വേണമെങ്കിൽ അയാൾ ആളുകൾക്ക് കൂടുതൽ സേവനങ്ങൾ നൽകണം. അയാൾക്ക് കുറവ് മതി എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ സേവനത്തിന്റെ അളവ് കുറയ്ക്കണം. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ നൽകേണ്ട വില ഇതാണ്. മറ്റുള്ളവരെ ഒഴിവാക്കി സ്വയം സമ്പന്നനാകാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ്. അതുവഴി നിങ്ങൾ സ്വയം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശ്വാസമെടുക്കുകയും വിടുകയും ചെയ്യുന്നത് പോലെ സത്യമാണ്. നിങ്ങൾ എത്രമാത്രം നൽകുന്നുവോ അത്രയും നിങ്ങൾക്ക് തിരികെ ലഭിക്കും. ഈ നിയമം മാറ്റാൻ നിങ്ങൾക്കൊരിക്കലും കഴിയില്ല. ഇത് അസാധ്യമാണെന്ന് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഒരു പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ വിജയം നേടുന്നതിനുള്ള 6 വഴികൾ പറഞ്ഞിട്ടുണ്ട്. 1. ഒരു നിശ്ചിത ലക്ഷ്യം നിർണ്ണയിക്കുക. 2. നിങ്ങളെ നശിപ്പിക്കുന്ന നെഗറ്റീവ് ചിന്തകൾ ഉപേക്ഷിക്കുക. 3. നിങ്ങൾ വിജയിക്കില്ലെന്ന് സംശയം ജനിപ്പിക്കുന്ന എല്ലാ കാരണങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നത് നിർത്തുക. അതിനുപകരം നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസം നൽകുന്ന കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. 4. നെഗറ്റീവ് ചിന്തകളാണ് നിങ്ങളെ ഭരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് തിരികെ പോയി എന്തുകൊണ്ടാണ് നിങ്ങൾ വിജയിക്കില്ലെന്ന് നിങ്ങളുടെ മനസ്സിൽ ആദ്യമായി തോന്നിയത് എന്നതിനുള്ള കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക.